വലിയ നോമ്പിലെ 6-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. ആരാധനാ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എവൻഗേലിയോൻ ഭാഗമാണ് ഇന്നത്തെ. 41 വാക്യങ്ങളാണ് ഉള്ളത്. ഈ വാക്യങ്ങളിൽ യേശുവും കുരുടനായ മനുഷ്യനും പരീശന്മാരും തമ്മിലുള്ള സുന്ദരമായ സംഭാഷണമാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യന് കർത്താവ് ചേറ് കുഴച്ച് കണ്ണിൽ പുരട്ടി കാഴ്ച കൊടുക്കുന്ന സംഭവമാണ് ഇന്നത്തെ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വേദഭാഗത്ത് പിറവിക്കുരുടന്റെ ആത്മീയ വളർച്ചയും പരീശന്മാരുടെ ആത്മീയ വിളർച്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാവധാനം കാഴ്ചയുടെ വിവിധ പടികൾ കയറി ഉൾക്കാഴ്ചയുള്ളവനായി തീരുന്ന പിറവിക്കുരുടനെ ഈ വേദഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇതിന് സമാന്തരമായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട യഹൂദ നേതൃത്വത്തെയും വരച്ചു കാട്ടുകയാണ്. വിശുദ്ധൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. കാഴ്ചയുള്ളവനായിരിക്കുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് പ്രകാശത്തെക്കുറിച്ച് ഏറെ വാചാലനാകുന്നതും അന്ധകാരത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതും അതുകൊണ്ടാണ്. കർത്താവ് ചോദിക്കുന്നുണ്ട്: ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലയോ? കണ്ണും കാതുമൊക്കെ ഉണ്ടായിരുന്നിട്ടും കാണേണ്ടതിനെ കാണാതെയും കേൾക്കേണ്ടതിനെ കേൾക്കാതെയും പോകുന്നതിനെ കുറിച്ചാണ് ക്രിസ്തു സംവേദിച്ചത്. അത്രയും ഖലീൽ ജിബ്ര എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിരാശ നമ്മുടെ കാഴ്ചയുടെ ദൗർബല്യവും കേൾവിയുടെ അടയലുമാണ്. പിന്നെ നിർഭാഗ്യത്തിന്റെ പിശാചിനെ അല്ലാതെ മറ്റൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഒരുവന്റെ കാഴ്ച അവന്റെ കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ പ്രകാശത്തിലാകുക എന്നത് കണ്ണിന്റെ മാത്രം കാര്യമല്ല, കാഴ്ചപ്പാടുകളെയും മനോഭാവത്തിന്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് കവി സച്ചിദാനന്ദ പറയുന്നത്: ജീവിക്കുന്ന വർഷമല്ല, വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനമെന്ന്. ജീവിതത്തിന്റെ നീളം കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല, പക്ഷെ ആഴം കൂട്ടുവാനായിട്ട് സാധിക്കും. വെളിച്ചം പകരാനാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞത് ഒരു നിയോഗം പോലെ സ്വീകരിക്കാനുള്ള വിളിയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ കാലാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ കാലാവസ്ഥ ചൂടാണോ തണുപ്പാണോ എന്നറിയത്തില്ല, പക്ഷെ ദൈവരാജ്യത്തിന്റെ കാലാവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. ദൈവരാജ്യത്തിന്റെ കാലാവസ്ഥ വെളിച്ചത്തിന്റെ കാലാവസ്ഥയാണ്. അവിടെ മുഴുവൻ സമയം വെളിച്ചമാണ്. വാക്യം ഇങ്ങനെയാണ്: ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിൽ ആകുവാനാണ്, ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നടക്കുവാനും ആ പ്രകാശത്തിലേക്ക് അനേകരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി. ഈ വേദഭാഗത്ത് പിറവിക്കുരുടന്റെ പടിപടിയായി ആത്മീയ വളർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരീശന്മാരിൽ ചിലർ കുരുടനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്: യേശു നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഈ കുരുടനായ മനുഷ്യൻ പറയുന്നുണ്ട്: യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിൽ പൂശി. ഇപ്പോൾ കുരുടനായ മനുഷ്യന്റെ പടിപടിയായ ആത്മീയ വളർച്ച നമുക്ക് കാണാം. ഈ കുരുടനായ മനുഷ്യൻ യേശുവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് യേശുവിനെ ഒരു മനുഷ്യനായിട്ടാണ്. കേവലം ഒരു മനുഷ്യനായിട്ട് യേശുവിനെ
ഈ കുരുടനായ മനുഷ്യൻ ആദ്യം മനസ്സിലാക്കുന്നു യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ. വീണ്ടും ഈ വേദഭാഗത്തിന്റെ അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പരീശന്മാർ ചോദിക്കുന്നുണ്ട്, നീ അവനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് പരീശന്മാർ രണ്ടാമത് ചോദിച്ചപ്പോൾ കുരുടനായ മനുഷ്യന്റെ മറുപടി ഇങ്ങനെയാണ്, അവനൊരു പ്രവാചകനാണ്. യേശുവിനെ ഒരു പ്രവാചകനായി മനസ്സിലാക്കുന്നു. ആദ്യം യേശുവിനെ മനുഷ്യനായി മനസ്സിലാക്കുന്നു, രണ്ടാമത് യേശുവിനെ പ്രവാചകനായി മനസ്സിലാക്കുന്നു, മൂന്നാമത് വീണ്ടും ഈ വേദഭാഗത്ത് നാം കാണുന്നു പരീശന്മാർ പറയുകയാണ് കുരുടനായ മനുഷ്യനോട്, യേശു പാപിയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറയുമ്പോൾ കുരുടനായ മനുഷ്യൻ പറയുന്നു, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എൻ്റെ കണ്ണ് കാണുന്നു. പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും അവൻ ഉറപ്പിച്ച് ധൈര്യമായി പറയുകയാണ്. ഇവിടെ മോശയോട് ദൈവം സംസാരിച്ചു, ഇവൻ എവിടെ നിന്ന് വന്നുവെന്ന് അറിയുന്നില്ല എന്ന് പരീശന്മാർ പറഞ്ഞപ്പോൾ കാഴ്ച ലഭിച്ചവൻ മറുചോദ്യം ചോദിക്കാനും ധൈര്യപ്പെടുകയാണ്. ഈ കാഴ്ച പ്രാപിച്ച മനുഷ്യൻ പരീശന്മാരോട് മറുചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പരോക്ഷമായി പരീശന്മാരെ വിമർശിക്കുകയാണ്. അതിനുശേഷം അവൻ യേശുവിനെ പറ്റി പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊരിക്കലും ഈ അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. സത്യാന്വേഷകനായ നിക്കോദിമാസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. മൂന്നാമതായിട്ട് ഈ കുരുടനായ മനുഷ്യന്റെ വളർച്ച നമുക്ക് കാണാം. യേശുവിനെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനായി മനസ്സിലാക്കുകയാണ്. മനുഷ്യനായി മനസ്സിലാക്കി, പ്രവാചകനായി മനസ്സിലാക്കി, ഇച്ചുകൂടെ ദൈവത്തോട് അടുത്ത് യേശുവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ, യേശുവായിട്ട് സംഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനെന്ന് മനസ്സിലാക്കുകയാണ്. വീണ്ടും നാലാമതായിട്ട് നാം കാണുന്നു, യഹൂദന്മാർ അവനെ ബഹിഷ്കരിച്ച് കളഞ്ഞപ്പോൾ യേശു അവനെ കണ്ടിട്ട് നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നത് ക്രിസ്തു ആണ്, ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുകയാണ്. ഒടുവിൽ യേശുവിനെ ദൈവപുത്രനായിട്ട് മനസ്സിലാക്കുകയാണ്. ഈ പടിപടിയായ ആത്മീയ വളർച്ച യേശുവായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഈ കുരുടനായ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന പടിപടിയായ ആത്മീയ വളർച്ച. ഒരു മനുഷ്യന്റെ നിലയിൽ നിന്ന് പ്രവാചകന്റെ നിലയിലേക്കും പ്രവാചകന്റെ നിലയിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവനായിട്ടും അവസാനം ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുന്ന പടിപടിയായ ആത്മീയ വളർച്ച. കാഴ്ച ലഭിച്ച മനുഷ്യൻ കാഴ്ചയുണ്ടെന്ന് അവകാശപ്പെടുന്ന മത നേതൃത്വത്തോട് നടത്തുന്ന പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എൻ്റെ കണ്ണ് കാണുന്നു. ഈ അറിവാണ് ഏറ്റവും വലിയ ഉൾക്കാഴ്ച. നോമ്പനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് ഈ ഉൾക്കാഴ്ചയാണ്. അവൻ ജന്മന അന്ധനാണ്. കണ്ണു തുറക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ക്രിസ്തുവിനെയാണ്. ഇതിനെയല്ലേ ശരിക്കും കാഴ്ച എന്ന് വിളിക്കേണ്ടത്. നമുക്കൊക്കെ കാഴ്ചയുണ്ടായിട്ടും ഇന്നേ വരെ കാണേണ്ടതുവിനെ കാണേണ്ടതുപോലെ കാണുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ യേശുവിന് ചുറ്റും പരീശന്മാരും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ കുരുടനായ മനുഷ്യന് പുറമേ കാഴ്ചയില്ലെങ്കിലും അവന്റെ അകമേ കാഴ്ച ഉണ്ടായിരുന്നു. ചുറ്റും നിന്ന ജനങ്ങൾക്ക് പുറമേ കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ അകമേ കാഴ്ചയില്ലായിരുന്നു. നമ്മളും ഇതുപോലെയല്ലേ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, പുറമേ നമുക്ക് കാഴ്ചയുണ്ട്, പക്ഷെ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക. ജീവിതത്തിൽ പ്രഥമവും പ്രധാനമായും മറ്റെന്തിനേക്കാളും ഉപരിയായി യേശുവിനെ കൺമുമ്പിൽ നിർത്തുവാനും അവനിലൂടെ എല്ലാവരെയും കാണുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ. വലിയ നോമ്പിലെ 36-ാം ഞായറാഴ്ച എല്ലാ വർഷവും മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് ദിനമായി സഭ വളരെ ഭക്തി പുരസ്സരം ആചരിക്കുകയാണല്ലോ. പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ അഭിമാന സ്തംഭമാണ്. കർത്തൃശിഷ്യനായ തോമാസ് ലീഗായാൽ സ്ഥാപിക്കപ്പെട്ട് പേർഷ്യയിലും സെലൂക്കിയിലും തിഗ്രീസിലും പേരോടെ പ്രവർത്തിച്ച് 1912 മലങ്കരയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതാണ് കാതോലിക്കേറ്റ്. പരിശുദ്ധ സഭയുടെ സ്വയം ശീർഷകത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സത്വബോധത്തിന്റെയും ആത്മീയ ശ്ലൈകിക ദൃഷ്ടാന്തമാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. കാതോലിക്ക ദിനം എൻ്റെ സഭയുടെ വികാരമാണ്, എൻ്റെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്, എൻ്റെ സഭയുടെ വളർച്ചയുടെ പ്രതീകമാണ്. 1912
കാതോലിക്ക സിംഹാസന സ്ഥാപനത്തോടെയാണ് കാതോലിക്ക എന്ന പദം മലങ്കരയിൽ ആദ്യമായി ഉപയോഗിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിന് വെളിയിലുള്ള സഭാ തലവന്മാരെയാണ് കാതോലിക്കോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ നിരണം വെല്ലുപള്ളിയിൽ വെച്ച് 1912 സെപ്റ്റംബർ മാസം 15-നാണ് മലങ്കരയിൽ കാതോലിക്ക സിംഹാസനം സ്ഥാപിതമായത്. ആ കാലയളവിൽ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന സഭാഭാസുരൻ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനിയെ അന്ത്യോക്യൻ പാത്രികീസായ അബ്ദുള്ള പാത്രികീസ് മുടക്കിയതാണ് കാതോലിക്ക സ്ഥാപനമെന്ന ലക്ഷ്യത്തിന് ഊർജമായത്. വട്ടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രികീസ് മുടക്കിയതിനാൽ മലങ്കര സഭയുടെ അരുമസന്താനങ്ങൾ അബ്ദേദ് മശിഹ പാത്രികീസുമായി ബന്ധപ്പെടുകയും സ്വതന്ത്ര കാതോലിക്കേറ്റിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 1912 അബ്ദേദ് മശിഹ പാത്രികീസ് മലങ്കരയിൽ എഴുന്നള്ളുകയും നിരണം വെല്ലുപള്ളിയിൽ വെച്ച് കണ്ടനാട് ഭദ്രാസനത്തിന്റെ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഈവാനിയോസ് തിരുമേനിയെ ബസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ ഒന്നാം കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. ഇത് മലങ്കര നസ്രാണിയുടെ ആത്മാഭിമാനം ഉണർത്തിയ ദിനമായിരുന്നു. തുടർന്ന് ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ, ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ, ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവ, ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ ബാവ, ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ, ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാവ, ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ, ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവ എന്നിവർ യഥാക്രമം മലങ്കരയുടെ പരമാധീശന്മാരായി. കാതോലിക്ക സ്ഥാപനത്തോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി 1934 രൂപീകൃതമായ മലങ്കര സഭയുടെ ഭരണഘടനയാണ്. ഭാരതം സ്വതന്ത്രമാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ മലങ്കര സഭയ്ക്ക് ഭരണഘടന രൂപം കൊണ്ടു എന്നത് ചരിത്ര സത്യമാണ്. മലങ്കര സഭയുടെ വളർച്ചയിൽ നെടുംതൂണായത് കാതോലിക്ക സ്ഥാപനവും ഭരണഘടനാ രൂപീകരണവുമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ രണ്ട് പ്രധാന സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയത് പരിശുദ്ധ വട്ടശ്ശേരിയിൽ ദീവന്നാസ്യോസ് തിരുമേനി ആണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കാതോലിക്ക ദിനത്തിൽ നമുക്ക് ഏറ്റുചൊല്ലാം, കാതോലിക്ക ദിനം എൻ്റെ സഭയുടെ വികാരമാണ്, എൻ്റെ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ്, എൻ്റെ സഭയുടെ വളർച്ചയുടെ പ്രതീകമാണ്. ജയ് ജയ് കാതോലിക്കേറ്റ്. എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.